വളരെയധികം ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ലെറ്റ്സ് സേ MACD, സ്റ്റോക്കാസ്റ്റിക്സ്, RSI, VWAP, പിവറ്റ് പോയിന്റ്സ്, ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതെന്താണ്, ഇതിനെപ്പറ്റി നമുക്ക് എങ്ങനെ എക്സാക്ട്ലി മനസ്സിലാക്കാം എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ദിസ് ഈസ് മീ അരുൺ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ട്രെൻഡ് ഇൻഡിക്കേറ്ററിനെ ഐഡന്റിഫൈ ചെയ്യാം. പലരും ട്രേഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്ന ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തു, പക്ഷേ എന്നാൽ ഞാനത് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തു, എനിക്ക് ലോസ് ആയി എന്നുള്ളതിൽ പലരുടെയും കോമൻസ് നമ്മൾ കേൾക്കാറുണ്ട് പല ഇടങ്ങളിൽ നിന്ന്. നിങ്ങൾ പേഴ്സണലി ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഈ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് പറയാൻ സാധിക്കത്തില്ല പ്രൈസ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് ബൈ സിഗ്നലും സെൽ സിഗ്നലും തരുമെന്നൊന്നും ഒരെണ്ണം പോലും നമുക്കത് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയില്ല. ഇതെല്ലാം ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ്. എന്താണ് ഈ ലാഗിങ് ഇൻഡിക്കേറ്റർ? അതായത് ഈ പ്രൈസ് ഫോം ആയി കഴിഞ്ഞാൽ, അതായത് ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ഒരു ലേറ്റ് ആയിട്ടായിരിക്കാം നമുക്ക് ഒരു പുഷ് തരുന്നത്. പക്ഷേ എന്തുകൊണ്ടും നമ്മളൊരു ഇൻഡിക്കേറ്ററിന്റെ ഹെൽപ്പ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ബ്ലൈൻഡ്ലി നമ്മൾ നേരെ ചെന്നിട്ട് പ്രൈസ് ആക്ഷൻ ഇസ് ദ കിങ് എന്ന് പറഞ്ഞിട്ട് നേരെ പ്രൈസ് ആക്ഷനിലേക്ക് പോകുന്നു. ഒരു ഇൻഡിക്കേറ്ററും എനിക്ക് വേണ്ട എന്ന് നേരെ ചെയ്തു പോകുമ്പോൾ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, പറ്റും. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അവിടെ ഒരു സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്കൊരു നേക്കഡ് ചാർട്ടിൽ നിന്ന് ചിലപ്പോൾ അത് ഫസ്റ്റ് തന്നെ നമ്മളുടെ ആ ഒരു ട്രേഡിംഗ് കരിയറിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ബട്ട് എന്നാൽ അതിനെ ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യില്ല, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യും. പിന്നീട് സമയം പോകുന്തോറും നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് നേരെ ആദ്യം തന്നെ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മാസ്റ്റർ ചെയ്യാവുന്നതാണ്. MACD എന്ന് പറയും. അതായത് മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ് എന്ന് പറയും. പലരും ഇത് കേട്ടിട്ടുണ്ടായിരിക്കാം. MACD എന്ന് പറയുന്നു, ചിലർ MACD എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു MACDയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നേരെ നമ്മൾ ഈ ട്രേഡിംഗ് വ്യൂവോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് investing.com യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രോക്കറാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് പ്യൂർലി അതിന്റെ ചാർട്ട് ആണെങ്കിലും ചെയ്യാം. ബട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നതാണ് മദർ ഓഫ് ഓൾ ചാർട്ട്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നേരെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരിക. ഇവിടുന്ന് നമ്മൾ MACD എന്ന് കൊടുക്കുന്നു, മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ് എന്നുള്ളത്. അപ്പൊ ഞാൻ അതവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് താഴെ ഇങ്ങനെ ഒരു സെർട്ടൈൻ പോർഷൻ നമുക്ക് പോപ്പപ്പ് ആയി വരുന്നു, റൈറ്റ്? അപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു സെർട്ടൈൻ ഏരിയയിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കിത് വലുതായിട്ട് കിട്ടും, നിങ്ങളെ ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കാൻ വേണ്ടി. അപ്പൊ MACD എന്ന് പറയുന്നത് മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ് എന്നാണ്. അപ്പൊ ഈ MACD എന്താണ് ഐഡന്റിഫൈ ചെയ്ത് തരുന്നത്? MACD ഒരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, റൈറ്റ്? ഒരു ട്രെൻഡ് ഇൻഡിക്കേറ്റർ ആണ്. ട്രെൻഡിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബുള്ളിഷ് ആണോ ഇല്ലെങ്കിൽ ബെയറിഷ് ആണോ എന്ന് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ ചെയ്യേണ്ടത്, MACD എന്ന് പറയുന്നത് 12ഉം 26 EMAയുടെയും ഒരു ഡിഫറൻസിനെയാണ് നമുക്ക് ഇത് പറഞ്ഞു തരുന്നത്, ഇല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ MACD ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സെർട്ടൈൻ ഏരിയയിൽ MACDയുടെ ഇൻഡിക്കേറ്റർ വരും. എന്നാൽ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു MACDയുടെ സെറ്റിംഗ്സിലേക്ക് നമുക്ക് നേരെ പോകാവുന്നതാണ്. ഞാൻ ഈ സെറ്റിംഗ്സിലേക്ക് നേരെ പോകുന്നു. അപ്പൊ എനിക്ക് എന്താ ഇവിടെ കാണാൻ സാധിക്കുന്നത്? ഒരു ഹിസ്റ്റോഗ്രാം, ഇൻപുട്ട് ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്. അപ്പൊ ഇൻപുട്ടിലേക്ക് നമ്മളൊന്ന് പോകണ്ട. ഫാസ്റ്റ് ലെങ്ത് 12, സ്ലോ ലെങ്ത് 26 ആൻഡ് സോഴ്സ് ക്ലോസ് ആണ്. സിഗ്നൽ സ്മൂത്തിങ് 9 ആണ്. ഇതെല്ലാം EMA ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിഗ്നൽ ലൈൻ MA ടൈപ്പ് EMA ആണ്. ഓസിലേറ്റർ MA ടൈപ്പ് ഏതാ? അതും EMA ആണ്. ഇതിന്റെ അടുത്ത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമില്ല, എന്തായാലും നിങ്ങൾക്ക് അത് വിടാം. ഓക്കെ, അപ്പൊ ഇതേ ഇവിടെ കണ്ടോ ഹിസ്റ്റോഗ്രാം. നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നോക്കണം. ഞാൻ ഈ ഹിസ്റ്റോഗ്രാമിൽ ആ ടിക്കുള്ള ഒരു പോർഷൻ ഞാൻ മാറ്റുകയാണ്. ഇപ്പൊ കണ്ടോ, ആ ഒരു നടുക്കുണ്ടായിരുന്ന കളർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ പോയി ഇതേ വന്നു. ക്ലിക്ക് ചെയ്തു, കണ്ടോ? ഇത് മാറ്റുന്ന അനുസരിച്ച് നമുക്ക് അവിടെ അത് വരുന്നുണ്ട്. എന്നാൽ ഈ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് നമുക്കൊന്ന്. രണ്ടാമത്തത് MACD ലൈൻ ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബ്ലൂ ലൈനും ഉണ്ട്, ഓൾമോസ്റ്റ് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് നമുക്ക് കളർ ഉണ്ട്, അല്ലെ? രണ്ട് കളേഴ്സ് ആണ്, രണ്ട് ലൈൻസ് ആണ് നമുക്കുള്ളത്. ഒരു ബ്ലൂ ലൈനും ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ബ്രൗൺ ലൈനും ഉണ്ട്. അപ്പൊ ഞാൻ എന്താ ഇത് ചെയ്യുന്നത്? ഇത് കണ്ടോ, ഈ MACD എന്ന് പറയുന്നത് ഏത് ലൈനാണ്? ബ്ലൂ ലൈനാണ്. MACD എന്ന് പറയുന്നത് ബ്ലൂ ലൈനാണ്. കണ്ടോ, നേരെ ക്ലിക്ക് ചെയ്യുന്നു, മാറ്റുന്നു. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു ഇതാണ് MACD ലൈൻ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതേത് ലൈനാണ്? അതെ, ഇപ്പൊ ഈ ഒരു ബ്രൗൺ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? സിഗ്നൽ ലൈനാണ്.
ഇവിടെ നിങ്ങളൊന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ലൈൻ ഉണ്ടല്ലോ, ചെറിയൊരു ലൈൻ, റൈറ്റ്? സീറോ ലൈൻ എന്ന് പറയും. കണ്ടോ, ഞാനിപ്പോ അത് മാറ്റുമ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട് ഇല്ലേ? അപ്പം ഇതാണ് സീറോ ലൈന്. സീറോ ലൈന് നിങ്ങൾ വലിയ സിഗ്നിഫിക്കൻസ് ഇപ്പോൾ കൊടുക്കണ്ട, പിന്നീട് നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി നന്നായിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. എനിവേ, നമുക്ക് മാഗ്ഡിക്ക് മെയിൻലി 4 പാർട്ട് വരുന്നുണ്ട്. ഒന്ന് ഹിസ്റ്റോഗ്രാം, മാഗ്ഡി ലൈൻ, സിഗ്നൽ ലൈൻ ആൻഡ് സീറോ ലൈൻ. ഈ ഒരു 4 പാർട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയും ഓരോന്നും നമുക്ക് എങ്ങനെ യൂസ് ആക്കാം എന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന മാഗ്ഡി എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്റ്റോക്കിലായിക്കോട്ടെ, ക്രിപ്റ്റോയിലായിക്കോട്ടെ, ഫോറക്സിലായിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്, റൈറ്റ്? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിഹ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സിഹ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ ഈ പറയുന്ന ബ്ലൂ ലൈൻ, അതായത് മാഗ്ഡി ലൈൻ, സിഗ്നൽ ലൈനെ താഴത്തേക്ക് ക്രോസ് ചെയ്തേക്കുവാണ് അല്ലെ? സിഗ്നൽ ലൈനെ താഴത്തേക്ക് ക്രോസ് ചെയ്തേക്കുവാണ് ഇവിടെ. അപ്പൊ നമുക്ക് ഇങ്ങനെ, അതായത് മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈൻ താഴത്തേക്ക് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ട് പറയാൻ സാധിക്കുന്നത് ഒരു ബെയറിഷ് ട്രെൻഡ്, മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്നു, അതുപോലെ തന്നെ മാർക്കറ്റ് ബെയറിഷ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ട്രെൻഡ് എന്താണ്? ബെയറിഷ്, സൈഡ് വേസ് ആൻഡ് അപ് ട്രെൻഡ്. ഇതാണ് നമുക്ക് മെയിൻലി ഉള്ള 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെൻഡ്. അതിൽ നമുക്ക്, ഞാനിപ്പം നമ്മൾ എന്തായാലും ചാർട്ട് കണ്ടിട്ടില്ല ഇല്ലേ, ഈ ഒരു സെർട്ടൻ ലെവലിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് ഞാൻ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്ക് എന്താ, ഇതിന് റൈറ്റ് സൈഡിലേക്ക് ഒരു ഫോൾ ആണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു മാഗ്ഡിയിൽ നിന്ന് നോക്കി മാത്രം നമുക്ക് ചാർട്ടിൽ പോയി ഒന്ന് നോക്കി നോക്കാം അതെന്താണ് പറയുന്നത് എന്നുള്ളത്. സിഹ കണ്ടോ, ഇത് ഈ ഒരു സെർട്ടൻ ലെവലിൽ നിന്ന് നല്ലൊരു ഫോൾ വന്നിരിക്കുകയാണ് അല്ലേ? ഞാൻ ഈ ചാർട്ട് നന്നായിട്ട് നല്ല ഒരു ഗ്യാപ്പിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നമ്മൾ ഇതിലോട്ടൊന്നും നോക്കുന്നില്ല, ഇവിടെ എത്തി. അതെ, ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? നമുക്ക് ഈ ഒരു ബ്ലൂ ലൈൻ, അതായത് മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ക്രോസ് ചെയ്തേക്കുവാണ്. ഞാനപ്പാ പിന്നെയും വരച്ചു, ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. നമുക്കറിയത്തില്ല ഇവ എത്രയാ, 5th ഒക്ടോബറിലാണ്. എന്താണ് അവസ്ഥ? ക്രിപ്റ്റോയില് ബിറ്റ്കോയിന്റെ കാര്യമാണ് നമ്മളിത് പറയുന്നത്. കണ്ടോ, നല്ലൊരു ഫോള് തന്നു. ഇവിടുന്ന് നല്ലൊരു ഫോള് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ പിന്നെയും ഞാനൊരു 1 hour ചാർട്ടിലേക്ക് വെക്കുകയാണ്. 1 hour ചാർട്ടിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നന്നായി ഇത് 5th ഒക്ടോബറിലാണ് കറന്റ്ലി നിൽക്കുന്നത്. ഞാനിത് ഇങ്ങനെ മാറ്റി എന്തായാലും നമ്മൾ ചാർട്ട് കണ്ടിട്ടില്ല അല്ലേ? ഇതിങ്ങനെ മാറ്റി ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? ഇവിടെ ബ്ലൂ ലൈൻ നമ്മളുടെ ബ്രൗൺ ലൈനെ മുകളിൽ നിന്ന് താഴത്തേക്ക് വരച്ചേക്കല്ലേ, ക്രോസ് ചെയ്തേക്കാണ്. ഞാനിപ്പോ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഞാൻ ഇവിടെയും ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. 2 വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒരു ഹൈ ആയിരിക്കാം, നമുക്കറിയില്ല കേട്ടോ. ഒക്ടോബറിൽ നിന്ന് ജൂലൈയിലേക്കുള്ള ചാർട്ടാ വന്നിട്ടുള്ളത്, എനിക്കും അറിയുകയില്ല, റൈറ്റ്? ബ്ലൈൻഡ്ലി നമ്മൾ വന്നേക്കാണ്. എന്താണ് സംഭവിച്ചേക്കുന്നത്? സിഹ ഈ ഒരു സെർട്ടൻ ലെവലിൽ നിന്ന് ചെറിയൊരു ഫോൾ, ബട്ട് സ്റ്റിൽ അതൊരു ഫോള് തന്നെയാണ് തന്നിട്ടുള്ളത് ഇല്ലേ? ഗുഡ്. ബട്ട് എന്നാൽ സെക്കൻഡ് ലൈനിൽ നിന്ന് മുകളിൽ നിന്ന് നല്ലൊരു ഫോളും നമുക്ക് തന്നിട്ടുണ്ട്, റൈറ്റ്? മുകളിൽ നിന്ന് നല്ലൊരു ഫോളും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഫോളോ കിട്ടിയിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ അതൊരു ഫോള് തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോള് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരു മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബെയറിഷ് ട്രെൻഡ് ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്, റൈറ്റ്? ബെയറിഷ് ട്രെൻഡ് ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ബെയറിഷ് ട്രെൻഡ് മനസ്സിലായി. എന്നാൽ ഇനി നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് നോക്കിയാലോ? അതായത് മാർക്കറ്റ് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് October 5th റേഞ്ചിൽ. ഓൾറൈറ്റ്, അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മളുടെ ഈ ഒരു ബ്ലൂ ലൈൻ, ഇതിനെ മാഗ്ഡി ലൈൻ എന്നാണ് നമ്മൾ പറയുന്നത്. മാഗ്ഡി ലൈൻ ഈ ഒരു ബ്രൗൺ ലൈനെ താഴേന്ന് മുകളിലേക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്തു, ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു, റൈറ്റ്? നമുക്കൊന്ന് നോക്കിയാലോ അത് ബുള്ളിഷ് ആയിരുന്നോ ബെയറിഷ് ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത് ഇല്ലേ? അവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി. നല്ലൊരു റാലി തന്നിട്ടുണ്ട് ഇല്ലേ? നല്ലൊരു റാലി തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ് നമുക്ക് ഈ ഒരു മാഗ്ഡി വെച്ചിട്ട് നമ്മളുടെ ട്രെൻഡിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ബെയറിഷ് ട്രെൻഡ് ആണ് എന്ന് നമ്മൾ പറയുന്നു. അതേസമയം മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈനെ താഴേന്ന് മുകളിലേക്ക് ക്രോസ് ചെയ്താലോ നമ്മൾ അതിനെ പറയുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണ് എന്ന് നമ്മൾ ഇതിൽ പറയുന്നതായിരിക്കും. ഓൾറൈറ്റ്,
അപ്പൊ പിന്നെ ഈ ഹിസ്റ്റോഗ്രാമിന്റെ ആവശ്യം എന്താ ഇതില്? മാഗ്ഡി ലൈൻ ഇല്ലേ, മാഗ്ഡി എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ട്രെൻഡിനെ മാത്രമല്ല അത് ഐഡന്റിഫൈ ചെയ്തത്, ഇത് ആ കറന്റ് ട്രെൻഡിന്റെ മൊമെന്റത്തെയും ഇത് ഐഡന്റിഫൈ ചെയ്യുന്നതായിരിക്കും. റൈറ്റ്, മൊമെന്റം. അതായത് സിയോ ഇവിടെ കണ്ടോ, ഇവിടെ ഉള്ള ഒരു ബുള്ളിഷ് മൊമെന്റം കാണിക്കുകയാണ്. ഇതിന്റെ ഈ ഒരു ഗ്രീൻ ബാർസ് കണ്ടോ, ഡാർക്ക് ഗ്രീൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല മൊമെന്റം ഉണ്ട്, പുഷായി വരുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നു. മൊമെന്റം മാറി ബേറി സൈഡിലേക്കായി. കണ്ടോ ഈ ചുമല ബാർസ്, അതിന്റെ ഒരു മൊമെന്റ്, ആ ഒരു പുഷ് കൂടുന്നതനുസരിച്ച് അവിടുത്തെ മൊമെന്റം നമുക്ക് മനസ്സിലാകും. നല്ല സ്ട്രോങ് ആണോ ഇതിന്റെ വ്യൂ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നതായിരിക്കാം. എന്നാൽ മാഗ്ഡി വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ മാഗ്ഡി വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് മാഗ്ഡി നേരെ കൊണ്ടുപോയിട്ട് ചെറിയ ടൈം ഫ്രെയിംസ് പോകും. ഇറ്റ്സ് ബെറ്റർ 15 മിനിറ്റ്, 30 മിനിറ്റ്, 1 അവർ ആയിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാഗ്ഡി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. ഡെയിലിയിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാഗ്ഡി നമുക്കൊരു വ്യൂ തരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ഡയറക്ട്ലി മാഗ്ഡി വെച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിലും ലോസിൽ വരാനായിട്ടുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആണ്. ഇൻസ്റ്റഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ക്ലബ് ചെയ്യണം. ക്ലബ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഒരു ഡിസിഷനിൽ എത്തേണ്ടത്. ബൈ ചെയ്യണോ വേണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസിൽ മാഗ്ഡി തീർച്ചയായിട്ടും നല്ലൊരു ഇൻപുട്ട് എല്ലാവർക്കും തരുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും നേരം ഈ ഒരു എക്സാമ്പിൾ എടുത്ത് എവിടെയാണ്? ബിറ്റ് കോയിനിലായിരുന്നു. എന്നാൽ നമുക്ക് ആ ഒരു ബിറ്റ് കോയിനിൽ നിന്ന് മാറ്റിയിട്ട് ഫോറക്സിൽ നിങ്ങൾ ഗോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇതും നമുക്ക് റാൻഡം ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. സിയോ ഞാനിത് നേരെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. റൈറ്റ്, ഗുഡ്, ഫൈൻ. ഈ ഒരു സർട്ടൻ ലെവലിൽ വരുന്നു. എന്നിട്ട് എന്താ, ഇവിടുന്ന് ആ ഒരു മാഗ്ഡി ലൈൻ, സിഗ്നൽ ലൈനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ക്രോസ് ചെയ്തു. സിയോ ഇവിടെ. അപ്പൊ എന്തായിരിക്കും സംഭവിച്ചത്? നമുക്ക് നേരെ ചാർട്ട് നോക്കാം ഇല്ലേ? നേരെ നമുക്ക് ചാർട്ട് ഒന്ന് നോക്കാം. റൈറ്റ്, മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈനെ മുകളിൽ താഴത്തേക്ക് കുറയ്ക്കണം. എന്താ പറയുക? ഒരു ബെയറിഷ് ട്രെൻഡ് ആണ് എന്നുള്ളത്. ഇവിടുന്ന് ചെറിയൊരു പുഷ് മാത്രമാണ് തന്നിട്ടുള്ളത് ഇല്ലേ? ഒരു സൈഡ് വേസ് റേഞ്ചിലേക്ക് പിന്നീട് അത് പോയത് പോരാ. ആ ഒരു പുഷ് നമുക്ക് പോരാ. അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്തൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. ഓൾറൈറ്റ്, ഗുഡ്. ഇവിടെ എന്തായിരിക്കും സംഭവിച്ചത്? നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സെർട്ടൻ ലെവലിൽ നിന്ന് അതും നമുക്ക് ഒരു സൈഡ് വേസ് റേഞ്ചിലേക്ക് തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ടുണ്ട് ഇല്ലേ? ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നും കൂടെ നമുക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. റൈറ്റ്, ഗുഡ്. പിന്നെ നമ്മൾ നല്ലൊരു ബാക്കിലേക്ക് പോവുകയാണ്, നല്ല ബാക്ക് ട്രെൻഡിലേക്ക് പോകുന്നു. റൈറ്റ്, ഗുഡ്, ഫൈൻ. നമുക്ക് ഇവിടെ നോക്കിയാലോ? ഇവിടെ എന്താ സംഭവിച്ചത്? മാഗ്ഡി ലൈൻ സിഗ്നൽ ലൈനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ക്രോസ് ചെയ്തു. മുകളിൽ നിന്ന് താഴത്തേക്ക് ക്രോസ് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചത്? നേരെ നമുക്ക് നോക്കിയാലോ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്? യെസ്, നല്ലൊരു ഫോള് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു ഫോള് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. സോ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ എൻട്രി എടുത്ത് കഴിഞ്ഞ് ബുള്ളിഷ് ആണ് നിങ്ങളുടെ വ്യൂ എന്നുണ്ടെങ്കിൽ ഉടനെ ബെയറിഷിലേക്ക് പോകാറുണ്ടായിരുന്നു ഇല്ലേ? എന്നാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇച്ചിരി കുറയത്തില്ലേ? ഇല്ലെങ്കിൽ മാർക്കറ്റ് ബെയറി സൈഡിൽ നിൽക്കുവാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ബുള്ളിഷിലേക്ക് ഒരു എൻട്രി എടുക്കാൻ തോന്നും. അത് മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയില്ലേ? Alright, so മാഗ്ഡി ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് നമുക്ക് ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിലും യൂസ് ചെയ്യാം, ഫോറക്സിലും യൂസ് ചെയ്യാം, ആൻഡ് ഓൾസോ നമ്മളുടെ ക്രിപ്റ്റോയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് കാണും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്രിപ്റ്റോയുടെ ഈ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു സ്പേസും കാണും. അതുപോലെ തന്നെ നമ്മളുടെ ഒഫീഷ്യൽ ചാനൽ ഉണ്ട് ടെലഗ്രാമിൽ, അതും നിങ്ങൾ മറക്കാതെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിനെല്ലാം മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമന്റ് ചെയ്യുക. അടുത്തത് ഏത് ഇൻഡിക്കേറ്ററിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാനാണ് താല്പര്യം എന്നുള്ളത്. See you there in next video.